ചാലിശ്ശേരി കവുക്കോട് MMALP സ്കൂൾ 100ന്റെ നിറവിൽ. ചാലിശ്ശേരി പഞ്ചായത്തിലെ കവുക്കോട് മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ ALP സ്കൂൾ 100ാം വാർഷികം ശതപൂർണിമ എന്ന പേരിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 12-ന് ഞായറാഴ്ച രാവിലെ 9:30-ന് ശതപൂർണിമയുടെ ഉദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും മന്ത്രി MP രാജേഷ് നിർവഹിക്കും. അനുപമ IAS മുഖ്യാതിഥിയായി പങ്കെടുക്കും. ക്ലാസുകളിലെ സ്മാർട്ട് TV ഉദ്ഘാടനം ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ നിർവഹിക്കും. ത്രിതല തദ്ദേശ സാരഥികളും വിദ്യാഭ്യാസ പ്രവർത്തകരും പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12-ന് പ്രമുഖ മജീഷ്യൻ M അബൂബക്കർ മാജിക് ഷോ അവതരിപ്പിക്കും. 2 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. കലാപരിപാടികളും അരങ്ങേറും. വിരമിച്ച അധ്യാപകരെ ആദരിക്കും. 26-ൽ രൂപീകരിച്ച കവുക്കോട് ഗ്രാമത്തിലുള്ള MMALPS കവുക്കോട് 100 വർഷം ചാലിശ്ശേരി പഞ്ചായത്തിലെ ഏറ്റവും പഴയ വിദ്യാലയമാണ്. ചാലിശ്ശേരിയിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇതോടൊപ്പം ഉണ്ടായിരുന്ന വിദ്യാലയങ്ങൾ 5 നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് മാത്രമാണ് 100 വർഷം തേക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ 100ാം വാർഷികം വളരെ ഉൾപ്രദേശത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയം. അത് സാധാരണക്കാരുടെ മക്കൾക്ക് ഏറ്റവും നല്ല ഭൗതിക അക്കാഡമിക് സാഹചര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം അത് മാനേജ്മെൻറ്റിനും അവിടുത്തെ നാട്ടുകാർക്കും PTA-ക്കും SMC-ക്കും എല്ലാവർക്കും മുമ്പ് ജോലി ചെയ്ത അധ്യാപകർക്കും ഒക്കെ ഉണ്ട്. അധ്യാപകർക്ക് എല്ലാവരും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാലയമാണ്. സർക്കാരുകൾ കാലാകാലങ്ങളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുക. ഇപ്പോൾ മാലിന്യ രഹിത കേരളം, നവകേരളം എന്നുള്ള മുദ്രാവാക്യം സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞപ്പോൾ അത് സംസ്ഥാനത്ത് തന്നെ ജില്ലയിൽ എല്ലാ സ്കൂളുകളെയും എല്ലാ സ്കൂളുകളും 800 സ്കൂളുകളുണ്ട്. അവരോട് മത്സരിച്ച് ജില്ലയിൽ ഫസ്റ്റ് കഴിഞ്ഞ കൊല്ലം തദ്ദേശ സ്വയംഭരണ വകുപ്പ് തിരഞ്ഞെടുത്ത സ്കൂളാണ്. സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിദ്യാലയം. 100ാം വാർഷികത്തിന്റെ ഭാഗമായി സ്കൂളിൽ ആധുനിക അടുക്കള, ഓഡിറ്റോറിയം, സോളാർ എനർജി, IT ലാബ് നവീകരണം, ക്ലാസുകളിൽ സ്മാർട്ട് TV, ഡിജിറ്റൽ ബോർഡ് തുടങ്ങിയ 30 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് സ്കൂൾ ഭാരവാഹികളായ ബാബു നാസർ, M അബൂബക്കർ, ഫൈസൽ മാസ്റ്റർ, ഷമീർ തച്ചറായിൽ, AM നൌഷാദ് എന്നിവർ അറിയിച്ചു. നമസ്കാരം. 1969-ലാണ് ഈ സ്കൂള് ഞങ്ങളുടെ ഉപ്പ മൊയ്തീൻ മാഷ് വാങ്ങിക്കുന്നത്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഞങ്ങളുടെ വീട്. ഇത് വാങ്ങിച്ചത് ഞങ്ങളുടെ ബന്ധു തച്ചറായിൽ അഹമ്മദ് ഉണ്ണി എന്ന് പറയുന്ന ആൾ മുഖാന്തരമാണ് ഇത് വാങ്ങിയത്. ഓലയും വൈക്കോലും കൊണ്ടുള്ള ഷെഡായിരുന്നു. അത് തുടർന്ന് നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ സ്കൂള് നിർത്താൻ പോകുന്ന അവസരത്തിലാണ് അദ്ദേഹം അത് വാങ്ങിക്കുന്നത്. ഈ വിദ്യാഭ്യാസത്തോടും സാമൂഹ്യപരമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം വാങ്ങിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പാടെ വിഷനും മിഷനും ആയിരുന്നു ഈ രൂപത്തിൽ ഈ സ്കൂൾ നടത്തിക്കൊണ്ടു പോകണമെന്നുള്ളത്. അത് മക്കളായിട്ടുള്ള ഞങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. 1926 സ്ഥാപിതമായ കവുക്കോട് മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ എയ്ഡഡ് LP സ്കൂൾ ഇപ്പോൾ 99 വർഷം പിന്നിട്ട് 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒരു പ്രൈമറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിന്റെ പ്രത്യേകതകളെക്കുറിച്ചും ഈ സ്കൂള് നടത്തിക്കൊണ്ടുപോകുന്ന രീതികളെക്കുറിച്ചും വാക്കുകളിലൂടെയുള്ള അവകാശവാദമല്ല, മറിച്ച് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കുട്ടികളുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വിവിധങ്ങളായ പരിപാടികൾ, കരാട്ടെ ഉൾപ്പെടെ, യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം പ്രൈമറി തലത്തിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് അവരുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്കൽ ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, അതിൻ്റെ ട്രെയിനർമാർ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിജിറ്റൈസേഷൻ ചെയ്യണേക്കാൾ മുമ്പ് തന്നെ ഈ സ്കൂളിലെ എല്ലാ ക്ലാസ് റൂമും ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള എന്തെല്ലാം സംരംഭങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം ഞങ്ങൾ ചെയ്തിരുന്നു. കവുക്കോട് മൊയ്തീൻ മാസ്റ്റർ സ്മാരക സ്കൂളിലേക്ക് LP സ്കൂളിൽ ഞാൻ 1-2 തവണ സംബന്ധിച്ചിട്ടുണ്ട്. അവിടുത്തെ പല പരിപാടികളിലും ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. ആ സ്കൂൾ സാധാരണ സ്കൂളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ മാതൃകാപരമായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ കാഴ്ചപ്പാട് സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ
നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷമാണ്. കുട്ടികൾ അവിടെ യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ല. അവിടെ കുട്ടികൾക്ക് ഒരു പ്രകൃതിയോട് ഒത്തിണങ്ങി ജീവിക്കുന്നതിനുള്ള ഒരു പരിശീലനം നൽകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് അവിടെ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ലൈബ്രറി ഉണ്ട് അവിടെ. കുട്ടികളുടെ വായനാശീലം വളർത്തുന്നതിനൊക്കെ സാധിക്കുന്ന ഒന്നാണ്. പിന്നെ സ്കൂളിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു.